നമസ്കാരം. നമ്മുടെ പ്രബുദ്ധ കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് ചെങ്ങന്നൂരിൻ്റെ ആദ്യ സംഭാവനയായിരുന്നു സുകുമാരക്കുറുപ്പ്. അതിനുശേഷം ഞങ്ങളുടെ പേര്, പ്രശസ്തി നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ഐറ്റമായിരുന്നു കാർണവർ വധക്കൊലക്കേസിലെ പ്രതി ഷെറിൻ. അക്കാലത്ത് ഷെറിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് വലിയ വലിയ വാക്കുകളാണ്. അതൊന്നും എൻ്റെ തൊണ്ടയിൽ കൊള്ളുന്നില്ല. അന്നേ ഈ ഷെറിൻ ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. ഐറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സ്ത്രീകളെ വിശേഷിപ്പിക്കുന്ന ആ ഭാഷയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരുടെ അടുത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു കക്ഷിയാണ്. പ്രവർത്തന മേഖല അത്ര വിപുലമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നിങ്ങൾ ധരിക്കുന്ന മാതിരിയുള്ള ആ ധാരണ എനിക്കില്ല. ഉണ്ടെങ്കിൽ ഞാനത് തുറന്നു പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ അക്കാലത്ത് മുതലേ ചില സാറന്മാരുടെ 25 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത്. ഡിസംബറിൽ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് അതിവേഗം മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത്. വിവിധ ജയിലുകളിൽ ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിക്കാതെയാണ് ഇളവ്. വിവിധ ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലിലും കാണുന്നത്. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിനെ മോചനം നൽകാനുള്ള മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. എന്നാൽ 25ഉം 20ഉം വർഷം വരെ തടവ് പൂർത്തിയായവർക്ക് ഈ ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇവരിൽ പലരും രോഗികളാണെന്ന ജയിൽ ഉപദേശ സമിതിയുടെ ശുപാർശകളിൽ ഇതേവരെ ദിനങ്ങളിലും രാത്രികളിലും ഷെറിൻ അവതരിപ്പിച്ചു തുടങ്ങിയത് അന്ന് ഞങ്ങളുടെ ചെങ്ങന്നൂരിലെ പൊതുവെ ഒരു പാട്ടായിരുന്നു. കാര്യം ഞങ്ങൾ ചെങ്ങന്നൂർക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ കഴിയും. മാധ്യമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് മാത്രമേ നിങ്ങൾക്കറിയാൻ കഴിയുള്ളൂ. ഈ ഷെറിൻ എന്ന് പറയുന്ന മതാലസയെ ഈ കാരണവര് വീട്ടിൽ കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗവൈകല്യമുള്ള ഒരു മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവന് വേണ്ടി ഒരു ഭാര്യയെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെറിനെ അവനെ കൊണ്ട് കെട്ടിച്ച് അവിടെ കൊണ്ടുവന്ന് പൊറപ്പിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ ശേഷിയില്ലാത്ത അവനെ കൊണ്ട് ഇവളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവൻ അംഗവൈകല്യമുള്ളവനാണ്. പക്ഷെ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് കാരണവർ ചെയ്തത് നല്ലത് തന്നെയാണ്. പക്ഷെ കാരണവർക്ക് തെറ്റിയത് ഇവൾക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ടായിരുന്നു ബന്ധങ്ങൾ. അങ്ങനെ ഇവളുടെ ഒപ്പം കൂടിയ ഒരു ബന്ധുവാണ് ബാസിത് അലി എന്ന് പറയുന്ന, അന്നത്തെ പ്രശസ്തമായ ഒരു പേരാണ് ബാസിത് അലി. എൻ്റെ അനുമാനം ശരിയാണെങ്കിൽ അവൻ ഇപ്പോഴും ജയിലിലാണ്. ഒക്കെ ചേർന്ന് കാരണവരെ 2009 നവംബർ 7 കശാപ്പ് ചെയ്തത്. കശാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ഷെറിൻ എന്ന് പറയുന്ന രാജകുമാരി നമ്മളുടെ ജയിലുകളിൽ, അട്ടക്കുളങ്ങര ജയിലിൽ റാണിയെ പോലെ വാണകഥകൾ സമയാസമയങ്ങൾ മാധ്യമങ്ങൾ നമ്മൾക്ക് മുമ്പിൽ വിളമ്പി തന്നിട്ടുണ്ട്. അങ്ങനെ ഈ പോലീസിലെ അല്ലെ ജയിൽ മേഖലയിലെ ഒക്കെ വലിയ എംഎമാർക്ക് ഇവളോട് എന്താണ് ഇത്ര പ്രത്യേക താല്പര്യം എന്ന് നിങ്ങൾ സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഞാനായിട്ട് എൻ്റെ വായയിൽ പറയുന്നില്ല. പക്ഷേ ഇവൾക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ജയിലിനകത്തും പുറത്തും പരോൾ സംബന്ധമായിട്ടും ഒക്കെ ഉള്ളത് വളരെ വിപുലമായ സൗകര്യങ്ങളാണ്. അങ്ങനെ വിപുലമായ സജ്ജീകരണങ്ങളോടെ പരോളിൽ ഇറങ്ങുന്ന ഇവളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്ന് പറയേണ്ടി വരും. ഈ മന്ത്രിസഭയിലെ ഒരു കൂട്ടുകക്ഷി നമ്മുടെ ജനം ടിവിയുടെ അനിൽ നമ്പ്യാരൊക്കെ പറയുന്നത് ഏതോ തണ്ടലുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് തല്ല് കിട്ടിയ ആളെന്നൊക്കെ പറയുന്നു. എൻ്റെ നോട്ടത്തില് ആ വകുപ്പിൽ പലരും പെടുന്നുണ്ട്. അപ്പം കൃത്യമായിട്ടൊരാളിനെ ഞാനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല, ഞാൻ വേണേൽ തുപ്പി കാണിക്കാം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ആരാണെന്ന്. അങ്ങനെ ഈ മാന്യദേഹത്തിന്റെ വാഹനം വന്നിട്ടാണ് ഈ ഷെറിനെ സമയാസമയങ്ങളിൽ അവിടെ നിന്ന് ആനയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. കൊണ്ടുവന്ന എവിടത്തേക്കാന്നൊക്കെ നമുക്ക് അനുമാനിക്കാം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഏമാനായാലും അല്ലാത്തവനായാലും ഞരമ്പ് രോഗം
അതൊരു വല്ലാത്ത രോഗം തന്നെ. ചികിത്സിച്ചാലൊന്നും മാറത്തില്ല. അതിന് ശമനം ഇത് തന്നെയാണ്. അപ്പം ശരി.